സപ്തതി ആശംസകൾ. ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. പിന്നെ പറയാനുള്ളത്, ഏട്ടനും ഞാനും തമ്മിലൊരു 13 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. 13 വയസ്സിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഞാനൊരു 5-ലും 6-ലൊക്കെ പഠിക്കുന്ന സമയത്ത് ഏട്ടൻ കോളേജിലൊക്കെ ഉണ്ട്. അപ്പൊ ഏട്ടൻ എന്ന് പറയണമെങ്കിൽ ഒരു അച്ഛൻ്റെയോ അല്ലെങ്കിൽ അമ്മയുടെയോ ഒക്കെ ഒരു സ്ഥാനത്താണ് കുട്ടിക്കാലത്തൊക്കെ ഉണ്ടായത്. പിന്നെ അമ്മയ്ക്ക് ഇപ്പൊ ഇത്രയും കുട്ടികളുണ്ട്, ഞങ്ങള് 8 പേരുണ്ട് നമ്മൾ. അപ്പൊ എല്ലാ കുട്ടികളും ഓരോരുത്തരും ഓരോ മുക്കിലിരുന്ന് കരയുമ്പോൾ ശ്രദ്ധിക്കാനൊന്നും സമയം ഉണ്ടാവില്ല. അപ്പൊ ഏട്ടനാണ് അന്ന് എൻ്റെ ഒരു ഓർമ്മയില് ഞാൻ എന്ത് പറഞ്ഞ് ചിലപ്പോൾ വെറുതെ വാശി പിടിക്കായിരിക്കും, എന്നാലും കുട്ടിക്കാലത്ത് ആ വാശി പിടിക്കുമ്പോൾ വടുക്കണിയുടെ മുറപ്പടിയിലിരുന്ന് വാശി പിടിക്കും. അതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയാണ്. അപ്പോൾ ഏട്ടനാണ് വന്ന് ക്ഷമയോടുകൂടി എന്തിനാ കരയണേ, എന്താ വേണ്ടതെന്നൊക്കെ ചോദിച്ച് സമാധാനിപ്പിക്കാനും അത് സാധിച്ചു തരാനൊക്കെ ഏട്ടൻ നല്ല ഇതായിരുന്നു. അപ്പൊ ഏട്ടന്റെ ആ ഒരു ക്ഷമാശീലം അന്ന് തൊട്ടേ കാണാറുണ്ട്. നമുക്കൊന്നും അത് കിട്ടാത്തൊരു കാര്യം അതങ്ങനെ. പിന്നെ ഏട്ടന്റെ മുകളിലിരുന്നാണ് പഠിക്കുന്നതിന്റെ ഇടയിലും ഏട്ടൻ അവിടെ ഇല്ലത്തെ കാര്യങ്ങളിൽ നല്ല ശ്രദ്ധയായിരുന്നു. ഇപ്പൊ പുള്ളി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്താ പ്രാവിനെ നോക്കലും കാക്ക നോക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിന്റെ ഇടയിലും ചെയ്തിരുന്നു. ഇതൊക്കെ ചെയ്യുന്ന ഈ പഠിപ്പിന്റെ ഒക്കെ ഇടയിൽ എപ്പോഴോ എങ്ങനെയൊക്കെയോ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ഏട്ടനെ എഴുതാനുള്ള ഭാഷേട്ടൻ പറഞ്ഞ പോലെ ഒരു അസ്കിത ഉണ്ടായിരുന്നു. അപ്പൊ ഓർമ്മയുള്ള ഒരു കഥ, ഏട്ടന്റെ ഒരു കഥയില് ഒരു സിനിമ പാട്ടിന്റെ വരികൾ നഷ്ടസ്വർഗങ്ങള് എന്ന് ഒരു വരികള് അതെപ്പോഴും എനിക്ക് ഞാൻ ആ കുട്ടിക്കാലത്തെ ഏട്ടന്റെ പുസ്തകങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ആ വരികൾ അതിലുണ്ടായിരുന്നു ഒരു കഥയില്. ആ കഥ എപ്പോഴും നല്ലൊരു ഓർമ്മയായിട്ട് ഇരിക്കും. അങ്ങനെയൊക്കെ കുറേ നല്ല ഓർമ്മകൾ ഉണ്ടായിരുന്നു. അത്രയൊക്കെ തന്നെയുള്ളൂ പറയാൻ. പിന്നെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ. പിന്നെ ഏട്ടൻ ഹൈദരാബാദിലായിരുന്നു. എപ്പോഴെങ്കിലും ഏട്ടൻ വരുമ്പോഴാണ് ഒരു നല്ല ഡ്രസ്സോ അല്ലെങ്കിൽ ഒരു സാരി, ഞാനൊരു ഡിഗ്രി ആയപ്പോൾ സാരി എടുത്തു തുടങ്ങി. ഏട്ടൻ വരുമ്പോഴാണ് ഒരു സാരി കിട്ടുക. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നല്ല നല്ല എന്താ പറയുക കാര്യങ്ങളാണ് അന്നത്തെ കുട്ടിക്കാലത്ത് ഓർമ്മിക്കാനുള്ളത്. പിന്നെ അങ്ങോട്ട് ജോലി കഴിഞ്ഞു. പിന്നെ ഹൈദരാബാദിൽ സെറ്റിലായി. പിന്നെ എഴുത്തിന്റെ ആ ഒരു എഴുത്ത് എന്നുള്ള ശാഖയിലേട്ടൻ ഭയങ്കര നല്ലൊരു കട്ടപ്രിയയില് വന്നിട്ടുള്ള ആദ്യത്തെ കവിത അല്ലെ, അവിൽ എന്ന് പറയുന്ന കവിതയാണ്. ഞങ്ങളൊക്കെ ഏട്ടനെ അന്നാണ് തിരിച്ചറിഞ്ഞത്. ശരിക്കും പറയുകയാണെങ്കിൽ ഏട്ടന്റെ എഴുത്ത് അന്നാണ് ശരിക്കും മനസ്സിലാവുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് ഏട്ടൻ ഉയർച്ച തന്നെ. ഇനിയും ഉയരങ്ങളിലെത്തട്ടെ. കവന കൗതുകം അവാർഡ്, ഇപ്പോഴത്തെ അവാർഡ്, എല്ലാ അവാർഡുകളും കിട്ടി. ഇനിയും നല്ല ഉയരങ്ങളിലെത്തട്ടെ. എല്ലാവിധ ആശംസകളും.